യെസ്, നമ്മളങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ കിട്ടിയ ഉൾക്കാഴ്ചകൾ കുറച്ചൊക്കെ പങ്കുവച്ചു. പെട്ടെന്ന് നമ്മളങ്ങ് നിർത്തിപ്പോയി. 2-3 പേര് കൂടി വന്നൊന്ന് പങ്കുവെച്ചാലാണ് നമുക്കൊരു അടുത്ത് ഒരു ഹൈ ലെവലിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെപ്പിംഗ് നമുക്ക് കിട്ടുക. Therefore, I request you to come and share a little more. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടിയ പുതിയ ഉൾക്കാഴ്ചകൾ നമ്മളെങ്ങനെ അത് സഹായിക്കണം, അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ മുമ്പ് കേട്ടിട്ടുള്ള ആരുണ്ടെങ്കിൽ അവർക്കും നമുക്ക് പറയാം. How this has helped me, how this changed your convictions. Please come. Yes. എനിക്ക് ബ്രദറിനെ നേരിട്ട് പരിചയമൊന്നുമില്ല. പരിചയമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഏകദേശം ഒരു വർഷം മുന്നേ ഞാൻ റാൻഡം ഒരു യൂട്യൂബ് സെർച്ച് ബ്രദർ തോമസ് പോൾ എന്ന് പറഞ്ഞ് നടത്തിയപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ കണ്ടു. അന്ന് എറണാകുളം എമ്മാവസ് വെച്ച് നടത്തിയ ഒരു ധ്യാനത്തിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അത്. ഏകദേശം എനിക്കൊന്ന് 9 ദിവസത്തെ ധ്യാനമായിരുന്നത്. അന്ന് ആദ്യം ഞാൻ ബ്രദറിലൂടെ കേട്ടത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ കാണിച്ചു തരാതെ വളരെ സ്നേഹമയനായ നമ്മൾ പണ്ട് കുഞ്ഞിലെയൊക്കെ പഠിച്ചതുപോലെ, എൻ്റെ ദൈവം ഒരു ലവിങ് ഫാദറാണ്, ഇവൻ എൻ്റെ സ്വന്തം പപ്പ ഇത്രയും സ്നേഹമാണെങ്കിൽ ഇപ്പം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് കമ്പയർ പോലും ചെയ്യാൻ വയ്യാത്ത പോലത്തെ ഒരു സ്നേഹം. അതാണ് ഞാൻ ബ്രദറിലൂടെ ആദ്യം ആകർഷകമായത്. കാരണം ഇതൊരു 9 ദിവസത്തെ ധ്യാനത്തിൻ്റെ ഒരു പ്ലേലിസ്റ്റാണ്. അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100-300 വീഡിയോ കാണും. അത് കണ്ടതിന് ശേഷം എനിക്ക് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച എടുത്ത്, ജോലിക്ക് പോലും പോകാതെ 3 ആഴ്ചയോളം എടുത്ത് ഞാൻ ഡേ ആൻഡ് നൈറ്റ് ഈ വീഡിയോകൾ ഇങ്ങനെ പ്ലേലിസ്റ്റ് കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഓർത്ത് എനിക്ക് വല്ലതും പറ്റിയെന്ന്. കാരണം ഞാൻ ഡേ ആൻഡ് നൈറ്റിൽ എൻ്റെ ഹെഡ്ഫോൺ ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുവാണ് മെയിൻലി. എന്നിട്ട് പോയിൻ്റ് എഴുതുക, അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചെടുത്ത് ഇത് കേട്ടോ, ഇത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയുക. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ഇങ്ങനെ കുറേ ഒരു 3 ആഴ്ചയോളം കടന്നുപോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ബ്രദറിനെ ഈ യൂട്യൂബിൽ കൂടെ പരിചയപ്പെടുകയും പിന്നെ ഇമെയിൽ വഴി അദ്ദേഹം എനിക്കൊരു ഇമെയിൽ അയക്കുകയും അങ്ങനെയാണ് പറഞ്ഞത്. ചില പോയിൻറ്റ്സ് അന്ന് എന്നെ ടച്ച് ചെയ്തത് ഇന്നും എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുവാണ്. അന്ന് എന്നെ ടച്ച് ചെയ്ത് കുറേ പോയിൻറ്റ്സാണ്. അതിലൊന്ന് ലവിങ് ഫാദർ എന്നുള്ള ഒരെണ്ണം. പിന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് ബൈബിൾ, നമ്മളെന്നും ബൈബിൾ വായിക്കുന്നു, നമ്മൾ കുർബാന വരുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് എന്താണ് സുവിശേഷം? നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ പോലും ഇതിലത്ര വലിയ ഗുഡ് ന്യൂസ് ഒന്നും ഞാൻ കാണുന്നില്ല. എവിടെ നോക്കിയാലും അല്ലെങ്കിൽ എവിടെ കേട്ടാലും എവിടെ വായിച്ചാലും കുറച്ചൊക്കെയെങ്കിലും ഒരു പണിഷ്മെൻറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ നന്നാവും, എപ്പോഴും ഒരു ഇഫ് അല്ലെങ്കിൽ ഒരു ബട്ട്, ഒരു സെൻറ്റൻസ് ഉള്ള പോലെ തോന്നുമായിരുന്നു എനിക്ക് എപ്പോഴും. അതൊന്നും ഇല്ലാതെയാണ് ബ്രദർ. ഇത് ഗോഡ് എന്ന് പറഞ്ഞാൽ മേഴ്സിയാണ്, വേറൊന്നുമല്ല. സ്നേഹം, മേഴ്സി, വേറൊന്നുമല്ല എന്നുള്ള ഒരു കംപ്ലീറ്റ് കൺവിക്ഷൻ. എനിക്ക് പഴയതിലോട്ട് ഇനി തിരിച്ചു പോകാനോ ആലോചിക്കാനോ നീ എന്താ പഴയത് കേട്ടോണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ പോലും എനിക്കിപ്പോൾ അറിയാമെന്ന് തോന്നുന്നില്ല എന്തൊക്കെയായിരുന്നു എന്നൊക്കെ. ഞാൻ ഒത്തിരി ഒരു വികലമായ ഐഡിയ, പണിഷ്മെൻറ്റ്, പിന്നെ പിശാചിനെ കുറിച്ചുള്ളത്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അപ്പോൾ ആ പിശാച് നമ്മുടെ ദേഹത്തോട്ട് വരും,
അങ്ങനെ ഒത്തിരി, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്ത എന്തെങ്കിലും ഒരു പാപത്തിൻ്റെ പരിണതഫലം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ചെയ്ത ഒരു പാപത്തിൻ്റെ പരിണതഫലം എനിക്ക് വരും, അത് 7 തലമുറ പോലെ വരും. അങ്ങനെയുള്ളൊരു ഒരു വികലമായ ഐഡിയ ആയിരിക്കും ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്നത്. അതെല്ലാം ഈ 9 days റിട്രീറ്റ് ഓൺലൈൻ വെറുതെ യൂട്യൂബിൽ വീട്ടിലിരുന്ന് കണ്ട് ഞാൻ എൻ്റെ മമ്മിയുടെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഈ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റിലോട്ട് മാറിയതുപോലെ. അതുപോലെ ഒരു ചേഞ്ച് ആയിരുന്നു എനിക്ക് ആ സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് ചുമ്മാ പോയിന്റ്സ് എഴുതി, അത് അന്ന് എഴുതി വെച്ച കുറേ പോയിന്റ്സും ഒക്കെയാണിത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ലവിങ് ഫാദറിനെ കുറിച്ച്. പിന്നെ വേറൊരെണ്ണം ഓർത്തത്, അടുത്തൊരു പോയിന്റിനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഈ ദൈവം, ഈ ഈശോ നമുക്ക് ഓൾറെഡി നമ്മുടെ റാൻസം ഓൾറെഡി പെയ്ഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. യെസ്, കുരിശ് മരണത്തിലൂടെ നമ്മളിപ്പോൾ ചെയ്ത പാപം, നമ്മുടെ വീട്ടിൽ ചെയ്ത പാപം, അല്ലെങ്കിൽ നമ്മുടെ തലമുറ പുറകോട്ട് ചെയ്ത പാപം, ഇനി ചെയ്യാൻ പോകുന്ന പാപം, ഈ പാപങ്ങൾക്കെല്ലാം ദൈവം ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളതേക്കുറിച്ച് ഓർത്തു വിഷമിക്കേണ്ട. ബ്രദർ ഉപയോഗിച്ച വാക്കുന്ന മോചനദ്രവ്യം എന്നാണ്. അതിന് ബ്രദറിന് തന്നെ ഒരു വലിയൊരു എക്സാമ്പിൾ പറയും സാധാരണഗതിയിൽ. അത് ഞാൻ പറയുന്നില്ല, ബ്രദർ പറയുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് ഭയങ്കരമായിട്ട് എന്നെ അന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. നമ്മളെ റാൻസം പെയ്ഡ് ചെയ്തെന്ന് മാത്രമല്ല, നമ്മളെ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊന്നും ദൈവത്തിന് നമുക്ക് തരാനില്ല, എല്ലാം കഴിഞ്ഞു. നമ്മളെ നീതീകരിച്ചു, നമ്മളെ ഓൾറെഡി സ്വർഗത്തിലെത്തിയതുപോലെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അന്ന്. പിന്നെ ഇപ്പോൾ ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മെയിൻ വലിയൊരു പോയിന്റ് ഇതിന്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അത് കേട്ടിട്ടുണ്ട്, ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് മാത്രമല്ല, ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ അറിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ രീതി പോലും മാറിയതുപോലെ. മറ്റേത് ഒരു ഈശോയുടെ ഒരു ഫോട്ടോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ രീതിയായിരുന്നു. ഇന്ന് എനിക്ക് പറയാം, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ആ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് പോലെ. നമുക്ക് പള്ളിയിൽ ഈശോയുണ്ട്, എവിടെ എല്ലായിടത്തും ഈശോയുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാവുന്ന ആ ഒരു സിറ്റുവേഷൻ, അതെനിക്ക് ബ്രദറിലൂടെയാണ് എനിക്കത് ലഭിച്ചത്. വേറെ ഒരു കാര്യം കൂടെ മാത്രം ഓർത്തു. അതെന്ന് വെച്ചാൽ, ദൈവത്തിന് പാപം ഒരു പ്രശ്നമല്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. എല്ലാവരും പറഞ്ഞിരുന്നു പാപമാണ് നമ്മുടെ പ്രശ്നം. പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അകന്നു പോവും, നമ്മൾ നരകത്തിൽ പോവും. അത് കുറേ കാര്യങ്ങളുണ്ട്. പാപം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ടായി കഴിഞ്ഞു എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. അതെല്ലാം മാറി. പാപമല്ല ദൈവത്തിൻ്റെ പ്രശ്നം. പാപിയെ സ്നേഹിക്കാനും പാപിയെ ഓൾറെഡി മോചനദ്രവ്യം കൊടുത്ത് രക്ഷപ്പെടുത്തിയതാണ് ദൈവം. പാപമല്ല നമ്മുടെ പ്രശ്നം എന്ന് ദൈവം എനിക്ക് ബ്രദർ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ പവർ ഓഫ് റിസറക്റ്റഡ് ജീസസ്. ദൈവം ഈശോ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നു പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന്. അതെന്തിനാണ് പാതാളത്തിലേക്ക് ഇറങ്ങിയതെന്ന് ഇന്നേ വരെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഇംഗ്ലീഷ് പള്ളി പോകുമ്പം വെന്റ് ഹെൽ എന്ന് പറയും. അപ്പം ഞാൻ ഓർത്തു, അവിടെ ഇറങ്ങിയോ, ഇനി അങ്ങനെയാണോ? ബ്രദറിൻ്റെ ഒരു വലിയൊരു ക്ലാസ് ഉണ്ട്, ഏകദേശം 30 മിനിറ്റോളം തന്നെ ക്ലാസ് ഉണ്ട്. പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയത് ആദത്തിനെയും ഹവ്വായെയും ആ പാതാളത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ, ആദം ഹവ്വായാണല്ലോ നമ്മുടെ ഏറ്റവും ആദ്യത്തെ അപ്പനും അമ്മയും. അവരാണല്ലോ നമ്മുടെ പാപത്തിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. അവരിപ്പം സ്വർഗത്തിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകും. താങ്ക് യു. പാപമല്ല പ്രശ്നമെങ്കിൽ നമ്മുടെ ഫരിസയ നേച്ചറാണ്, ഒരു ഫാരസി നേച്ചർ നമ്മുടെ ഉള്ളിലുള്ളതാണ് പ്രശ്നം.
ഈ സൈലൻസ്. ചിലർക്ക് ഒന്നും പറയാനില്ല. അതും വലിയൊരു അവസ്ഥയാണ്. ചിലർക്ക് പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ ധൈര്യമില്ല എനിക്ക്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, ആരോ പറയാനുണ്ട്. അവർ വന്നാലേ ഇനി എനിക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഈ പ്രശ്നം. അടുത്ത ആളോട് വേഗം റെഡിയായിട്ട് പാട്ട് വന്നാൽ നമുക്ക് ക്ലാസ് വേഗം മുന്നോട്ട് കൊണ്ടുപോകാം. പ്ലീസ്. ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞാനൊന്നും ഞാൻ കേട്ടിട്ടില്ല. വേണ്ട, യു സ്പീക്ക് വാട്ട് യു ഹാവ് ടു സ്പീക്ക്. ഡോണ്ട് വറി അബൌട്ട് വാട്ട് യു. ഞാൻ ഇപ്പം ഇന്ന് കേട്ട കാര്യങ്ങളിൽ നിന്ന് പറയും. ഇന്ന് ഇവിടുത്തെ ധ്യാനം കൂടിയില്ല. ഇന്നിവിടെ സഹോദരിമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത് ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങൾ, സഹോദരിമാർ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെയും എൻ്റെ മനസ്സിലും ഉൾക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇന്നലെ എൻ്റെ ജോലിയിൽ നിന്ന് അവധി എടുത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ പ്രസംഗം കേൾക്കാനാണോ വന്നതെന്ന്. കാരണം കരുണയുടെ പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. ആ സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ, ഒരു 2 വർഷം മുമ്പ് ഞാനൊരു ധ്യാനത്തിൽ പങ്കുകൊണ്ടു. 2 വർഷം മുമ്പ് ഞാൻ ധ്യാനത്തിൽ പങ്കുകൊണ്ടിരുന്ന ഒരു തപസ് ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയത് ഒരു പണസമ്പാദ്യത്തിന് വേണ്ടിയിട്ടോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നിനുമല്ല. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ഭർത്താവിനെ നന്നാക്കാൻ ഇതിനൊന്നുമല്ല. എൻ്റെ ആത്മാവിൽ ഒരു ബലം പ്രാപിക്കണം. ആത്മാവിൽ ബലം കിട്ടാൻ ഞാൻ പ്രാർത്ഥനയിൽ ആഗ്രഹിച്ചിരുന്നതനുസരിച്ച് എനിക്ക് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കതിനൊരു അവസരം ലഭിച്ചത്. അവിടെ വളരെ ഷോർട്ടായിട്ട് പറയണം. വളരെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും എല്ലാ ബുദ്ധിമുട്ടുകളെയും അരണം ചെയ്ത് എന്നെ അവിടെ കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്തു. 3 ദിവസം തപസ്ധ്യാനം പങ്കുകയും ചെയ്തു. എന്താ തപസ്ധ്യാനം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു, ആരാണെന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് 3 ദിവസവും ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അതുവഴിയിൽ അവിടെ പറഞ്ഞിരുന്നു, ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഇന്നാർക്കും സംഭവിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ വരങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു. ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, ഞാൻ മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം എൻ്റെ കുടുംബത്തെ. അങ്ങനെ എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ വലിയൊരു തടസ്സം പോലെയൊക്കെ തോന്നിയെങ്കിലും ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം ചുവാക്കി ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ എനിക്ക് ഒരു വരം കിട്ടി, ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകരെ പ്രേക്ഷിത വേലയ്ക്കായി വിളിക്കാനും ദൈവത്തോട് അപേക്ഷിക്കുക. ഈ അവസാന നിമിഷത്തിൽ പ്രേക്ഷിത വേലയ്ക്കായി ഈ പ്രാസംഗിനെ അനേകരെ തിരഞ്ഞെടുത്ത് ദൈവമക്കൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിർത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ ഞാൻ എല്ലാ ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ശബ്ദം ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും 2 ദിവസം മുഴുവനായി ഉപവാസം എടുത്ത് പ്രാർത്ഥന ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരനുഗ്രഹവും കാരണം എന്നാണെന്ന് വെച്ചാൽ 10-15 വർഷം കൊണ്ട് എനിക്ക് രോഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അലർജികളുണ്ടായ ഒരു ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ശ്വാസതടസ്സം അതെന്നെ ഒത്തിരി വലിച്ചിരുന്നു. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് മരുന്നൊന്നും എടുക്കാൻ പാടില്ല. ഞാൻ ഒത്തിരി ദൈവമേ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയില്ല, ഞാൻ ഇൻഹേലർ മാത്രമേ എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുക, ഞാൻ പോകുന്ന സ്ഥലം എവിടെയാണോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് പറഞ്ഞ് ഞാൻ ആ ഇൻഹേലർ മാത്രം എൻ്റെ വായി വെച്ചു. ഇന്നും ആ മരുന്ന് ഞാൻ ഈ 3 വർഷത്തിനോടേക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് അതിൽ നിന്ന് വിടുതൽ ദൈവം തന്നു. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞു കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിലുള്ള ആർക്കും അത് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നു നീ എൻ്റെ മരുന്നൊക്കെ കഴിച്ചതുകൊണ്ടാണ് ഇതൊക്കെ. ഞാൻ പറയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത്രയും വർഷം ഞാൻ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് എൻ്റെ ചുമയ്ക്കൊന്നും ഒരു കുറവില്ലാതെ ഞാൻ ഇപ്പോൾ എന്നെ ദൈവം എന്നെ രക്ഷപ്പെടുത്തി. അല്ലാതെ ഒരു പ്രാസംഗികനോ അച്ഛനോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കാരണയിൽ ദൈവം, ഞാൻ എൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൾ ദൈവം മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കും. പക്ഷേങ്കിൽ എല്ലാം നമുക്ക് സാധിച്ചു തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് എന്നതാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത് നമുക്ക് സാധിച്ചു തരുന്നു. പക്ഷെ നമ്മൾ ചോദിച്ചത് കിട്ടിയില്ല. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് സംഭവിച്ചിട്ടില്ല. പിന്നെ ഇല്ല
നിങ്ങൾ ഓരോ ധ്യാനത്തിലും ഓരോ പ്രാർത്ഥനയിലും നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പിതാവായ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പിതാവിനറിയാം. അത് നിങ്ങൾക്ക് സാധിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അതിൽ നമുക്ക് ചിലതൊക്കെ വെളിപ്പെടുത്തി തരും. ചില വാക്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുക്കാനും നമുക്ക് പ്രചോദനം നൽകും. അങ്ങനെ വചനം ഘോഷിക്കാനും പറയാനും എനിക്ക് തന്നു. പക്ഷേ പ്രാർത്ഥനയിൽ ഉപവാസത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു ആഹ്വാനം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഉപവാസം എടുക്കുമ്പം എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് 9 മണിക്കാണ് ലാസ്റ്റ് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ആ 9 മണിക്ക് കഴിച്ചത് പിന്നെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഒരു 8 നോയമ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥനയിൽ കിട്ടി 6 മണിക്ക് ശേഷം ഒന്നും കഴിക്കരുത്. 6 മണി തൊട്ട്, അതായത് ചൊവ്വാഴ്ച 6 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പിന്നെ വ്യാഴാഴ്ച മോർണിംഗിൽ ആഹാരം കഴിക്കും പ്രാർത്ഥന. അങ്ങനെ 3 നേരവും പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ കൂടി ഒന്നും ഒരു പ്രാർത്ഥനയും ഇട്ടിട്ടില്ല. പക്ഷേ ഈ ബ്രദർ വഴി കാരണം ഇവിടെ ഈ സാക്ഷ്യം പറയണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിന് അനുഗ്രഹമുണ്ട്. എൻ്റെ രോഗത്തിന് ശാന്തി കിട്ടിയത് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടാണ് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. Praise God. Thank you.